അതെ, പണ്ട് മുതൽ, അല്ലെങ്കിൽ ഈ ലാസ്റ്റായിട്ട് നടന്ന നിതിൻ രാജിന്റെ സൂസൈഡ്, ആ ഇൻസിഡന്റിലെ പ്രതികളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മെജോറിറ്റി ആൾക്കാരും തിങ്ക് ചെയ്യണത് ഇവരൊക്കെ എന്ത് മനുഷ്യന്മാരാണ്, ഇവർക്ക് ഹ്യൂമാനിറ്റി ഇല്ലല്ലോ, പരസ്പരം റെസ്പെക്ട് ഇല്ലല്ലോ, കൈൻഡ്നസ് ഇല്ലല്ലോ എന്നൊക്കെ. നമ്മളൊന്ന് സത്യസന്ധമായിട്ട് സ്വയം ചിന്തിച്ചു നോക്കുക. നമ്മൾ ഒരു പേഴ്സണ് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, കൈൻഡ്നസ് ആയിട്ട് പെരുമാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആൾ നമ്മളെക്കാളും സുപ്പീരിയർ, അല്ലെങ്കിൽ മോൾ തട്ടിലുള്ള ആൾക്കാരായിരിക്കും. ഞാൻ മോൾ തട്ടെന്ന് ഉദ്ദേശിച്ചത് കാസ്റ്റ് വൈസ് ആവാം, പൊളിറ്റിക്കലി, ഫിനാൻഷ്യലി, വാട്ട് എവർ. അല്ലെങ്കിൽ ആളെ വെച്ച് വല്ല ഉപകാരം ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുള്ളൂ, ആളോട് കൈൻഡ്നസ് ഉണ്ടാവുള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു ഹോട്ടലിൽ കഴിക്കാൻ പോകുമ്പോൾ ആ ഓണറിന് കൊടുക്കുന്ന റെസ്പെക്റ്റും ഫുഡ് സെർവ് ചെയ്യാൻ വരുന്ന പയ്യന് കൊടുക്കുന്ന റെസ്പെക്റ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മൾ ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ പെരുമാറാൻ നിയമത്തിൻ്റെയോ ചുറ്റുപാടിൻ്റെയോ പേടിച്ചിട്ടാവാൻ പാടില്ല, സ്വയം മാറണം. കാരണം നൂറ്റാണ്ടുകളായിട്ട് ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്ലസ് എന്ന് വെച്ചാൽ എത്ര ശക്തമായിട്ടുള്ള സോഷ്യൽ മീഡിയ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് മതത്തിൻ്റെ പേരിലും പൊളിറ്റിക്സിൻ്റെ പേരിലും ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാളും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സ്വയം മാറാനും ശ്രമിക്കുക.